ഓക്കെ, അപ്പം നമ്മൾ അടുത്തതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, സെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണോ ഇത് വെച്ചേക്കുന്നത് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് അല്ലേ, ഓവർ ഡ്രാഫ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു നമ്മൾ എന്ത് വെച്ചിരുന്നത്, നമ്മുടെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് വെച്ചിരുന്നത്. അപ്പോൾ അത് ലൈബിലിറ്റി ആയിരുന്നു, 18,000 നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, പക്ഷെ അത് നമ്മൾ ഇവിടെ മാത്രം എഴുതിയിട്ട് ഈ കോളത്തിൽ എഴുതാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ അവിടെ കൊടുത്ത് തീർത്തു. ഓക്കെ, കാരണം ഇവിടെ നമ്മളത് കൊടുത്ത് സെറ്റാക്കി റെഡിയതായിട്ട് നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടെ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് ഇത് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സംഭവം ഇവിടെ എഴുതാത്തത്. ഓക്കെ, നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയതിൻ്റെ റീസൺ ഗ്രോസ് ലൈബിലിറ്റി അറിയാനാണ്, എത്ര രൂപ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ളത്. ജസ്റ്റ് നമ്മളിവിടെ ഗ്രോസ് അസറ്റ് എഴുതിയില്ല, അത് ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നതല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ എഴുതിയേക്കുന്ന സംഭവമാണ്. അതേപോലെ ഗ്രോസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപ ഇനി കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി കൊടുത്തേക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ കോളത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ എഴുതത്തില്ല, കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ അത് കൊടുത്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എഴുതുക, അതിന് സ്പെഷ്യൽ ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ലിസ്റ്റ് എ കഴിഞ്ഞു. ഓക്കെ, ലിസ്റ്റ് ബി കഴിഞ്ഞു. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഇനി ലിസ്റ്റ് സി ആണ്. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്മുടെ കയ്യിൽ എത്ര രൂപയാണ് ഇരിക്കുന്നത്, ഓക്കെ, അത് ആദ്യം നോക്കണം. ഇത് രണ്ടും കഴിഞ്ഞു. ഓക്കെ, ഇത് രണ്ടും കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് ഇൻറ്റു ഇട്ടേക്കാം, നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ലിസ്റ്റ് സി ആണ്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് സി പ്രിപ്പയർ ചെയ്യുമ്പം നോക്കണം എന്താണ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ്. ഓക്കെ, അപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഫോർ ടാക്സ് ആൻഡ് വേജസ് ഒരു 1000 ഉണ്ടെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ ഉദ്ദേശിച്ചത് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ് ഇവർ, പക്ഷേ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് 1000 rupees കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലിസ്റ്റ് സി ആയിട്ട് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് 1000 കാണിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു എമൗണ്ട് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്, 1,82,000. ഓക്കെ, അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, 1,83,000 ആയിരുന്നു അസറ്റ് എല്ലാം വിറ്റതിന് ശേഷം എനിക്ക് കിട്ടിയ എമൗണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഞാൻ 1,000 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എത്ര എമൗണ്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ, വീണ്ടും 1,82,000 വീണ്ടും എൻ്റെ കയ്യിലുണ്ട്. 1000 rupees അടച്ചതിന് ശേഷം 1,82,000 എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ആ എമൗണ്ട് എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, എസ്റ്റിമേറ്റഡ് ബാലൻസ് ഓഫ് അസറ്റ്സ് അവൈലബിൾ ഫോർ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ഇവിടെ 1,83,000 നമ്മൾ എന്തിനായിരുന്നു വെച്ചിരുന്നത്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്, അതേപോലെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്. ഓക്കെ, അപ്പം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു കഴിഞ്ഞു, 1000 കൊടുത്തു. ഓക്കെ, 1000 ആദ്യം നമ്മൾ കൊടുത്തു, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 1,82,000 ആണ്. അപ്പോൾ 1,82,000 വെച്ചിട്ട് ഇനി ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും അതേപോലെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും. ഓക്കെ, അത് നമ്മൾ അത് ചുമ്മാ ഇങ്ങനെ എടുത്തെടുത്ത് എഴുതുന്നേ ഉള്ളൂ, ഒന്നുമില്ല സംഭവം, അവർ വെറുതെ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് എഴുതി വെച്ചേക്കുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയേ? ഓക്കെ ആണേ, കുഴപ്പമൊന്നുമില്ലേ? ഇനി അടുത്തത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, ലിസ്റ്റ് സി കഴിഞ്ഞു, അടുത്ത് നമ്മൾ ലിസ്റ്റ് ഡി എഴുതാൻ പോകും. ഓക്കെ, ലിസ്റ്റ് ഡി എന്തുമായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് ഡി എന്താണ് വരുന്നത്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ്. ഓക്കെ, അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എത്ര ആണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഓക്കെ, അത് 50,000 ആണ്. ഓക്കെ, അത് വേറെ ഒന്നുമില്ല, വേറെ കൺഫ്യൂഷൻ ആക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ദേ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, എന്താണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് 50,000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 1,82,000 നമ്മൾ വീണ്ടും 50,000 ആർക്ക് കൊടുത്തു, നമ്മുടെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. ഓക്കെ, അപ്പം അതും കൊടുത്തതിന് ശേഷം, ഓക്കെ, ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും കൊടുത്തതിന് ശേഷം നമുക്ക് വന്ന എമൗണ്ട് ആണ് 1,32,000. ഓക്കെ, 1,32,000 എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് സർപ്ലസ് ആസ് റിഗാർഡ്സ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും കൊടുത്തതിന് ശേഷം സർപ്ലസ് ആയിട്ട് നമ്മുടെ കയ്യിൽ പിന്നെ ഇനി എത്ര രൂപ ഇരിപ്പുണ്ട്, 1,32,000. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, 1,32,000
1,32,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ആ 1,32,000 ഇപ്പോൾ ഈ എസ്റ്റിമേറ്റഡ് സർപ്ലസ് അതൊക്കെ കാണാതെ പഠിച്ചിട്ട് അതേപോലെ എഴുതി വെക്കാന്നുള്ളത് ഫോമാറ്റാണ്. നമുക്ക് സ്വന്തമായിട്ട് വേറെ ഫോമാറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, ഈ പറഞ്ഞേക്കുന്ന സംഭവം എല്ലാം അതേപോലെ കാണാതെ പഠിച്ചിട്ട് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത നോക്കാം 1,32,000 ആണ്. അപ്പം നമ്മൾ ആദ്യം 1,83,000 ആയിരുന്നു നമ്മുടെ കയ്യിലുള്ളതും. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്തതിന് ശേഷം അതെന്തായി 1,82,000 ആയി. ഓക്കെ, വീണ്ടും 1,82,000 നിന്ന് 50,000 രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. ഓക്കെ, അവർക്കും കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപ 1,32,000 ആണ്. ഇനി ഈ 1,32,000 വെച്ചിട്ടാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അത് എത്രയാണ്? ലിസ്റ്റ് ഇ ആണ്. ഓക്കെ, 1,32,000 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്നുള്ള രീതിയിലും സെക്യൂർ ചെയ്യാത്ത ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ എന്തേ വരുന്നുള്ളൂ? നമുക്ക് 2 ഐറ്റംസേ വരുന്നുള്ളൂ. ലയബിലിറ്റീസ് ഫോർ പർച്ചേസും ടെലിഫോൺ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, അത് ഏതൊക്കെ എവിടേക്കാണ് കിടക്കുന്നതെന്നുള്ളത് നോക്കാം. ലയബിലിറ്റീസ് ഫോർ പർച്ചേസ്. ഓക്കെ, ലയബിലിറ്റീസ് ഫോർ പർച്ചേസ് 20,000. ഓക്കെ, ലയബിലിറ്റീസ് ഫോർ പർച്ചേസ് 20,000 എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്ന ഒരു എമൗണ്ട് ആണ്, ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ടെലിഫോൺ റെന്റ് ഓയിങ്. ഇതെല്ലാം ലയബിലിറ്റി ആണ്, കൊടുക്കാനുള്ളതാണ്. ടെലിഫോൺ റെന്റ് കൊടുക്കാനുണ്ടായത് നമ്മൾ കൊടുത്തിട്ടില്ല. അതേപോലെ ഇവിടെ എന്താണ് വരുന്നത്? ലയബിലിറ്റീസ് ഫോർ പർച്ചേസ്. ഓക്കെ, പർച്ചേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ലയബിലിറ്റീസ് എന്നുള്ള രീതിയിൽ ഒരു 20,000 ആണോ? യെസ്, 20,000 കൊടുക്കാനുണ്ടായിരുന്നു. അതേപോലെ ടെലിഫോൺ റെന്റ്. ഇതിലെല്ലാം സെക്യൂർഡ് ആണോ? ഇത് അല്ല, സെക്യൂർ അല്ലാത്തതാണ്. ഓക്കെ, അതാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഇതെന്താണ്? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നമുക്ക് ടോട്ടലി 20,080 ആണ് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ട്? 1,11,920. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ലാസ്റ്റ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ 1,11,920 ആണ്. ഓക്കെ, എത്ര രൂപയായിരുന്നു നമുക്ക് അസറ്റ് വിറ്റപ്പം കിട്ടിയത്? 1,83,000 ആയിരുന്നു കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇപ്പം 1,11,920 ആണുള്ളത്. ഓക്കെ, അവിടെ കൊണ്ട് തീരുന്നില്ല. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിസ്റ്റ് പ്രകാരം എന്താണ് വരുന്നത്? ഇത് ഇത്രയും കഴിഞ്ഞു അല്ലേ? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞു, ഡിബഞ്ചർ ഹോൾഡേഴ്സ് കഴിഞ്ഞു, ആൻഡ് വരുന്നത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സും കഴിഞ്ഞു. ഓക്കെ, ഇനി വരുന്നത് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചാൽ മതി, പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് നമുക്കില്ല, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല എന്ന് തന്നെ അർത്ഥം എന്താണ്? പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് കൊടുക്കാത്തത് കൊണ്ട് അത് നമ്മൾ പിന്നെ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടേ? അപ്പോൾ അത് നമുക്ക് വേണ്ട, അത് ഇല്ലാത്ത സംഭവമില്ല. ഇതിലെല്ലാം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. പ്രിഫറൻഷ്യൽ ഷെയർസ് കൊടുത്തിട്ടില്ല, പക്ഷേ ഇക്വിറ്റി ഷെയർസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ എടുത്തിട്ട് ക്യാപിറ്റൽ എന്നും പറഞ്ഞ് നമ്മുടെ ഇക്വിറ്റി ഷെയർസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഇക്വിറ്റി ഷെയർസ് ആസ് പെർ ലിസ്റ്റ് ജി ആണ് വരുന്നത്. ഓക്കെ, ആസ് പെർ ലിസ്റ്റ് ജി എന്താണ് നമുക്ക് വരുന്നത്? 80,000. ഓക്കെ, അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൂടെ കൊടുത്തതിന് ശേഷം 80,000 രൂപയായിരുന്നു കൊടുക്കാനുള്ളത്, അതും കൊടുത്തതിന് ശേഷം വീണ്ടും എന്താണ് നമുക്ക് വന്നത്? സർപ്ലസ് ആണ്. ഓക്കെ, ആ സർപ്ലസ് എമൗണ്ട് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേയ്മെൻറ്റ് എന്തൊക്കെയാണോ ഓരോരോ പ്രകാരം നമ്മൾ ചെയ്ത് പോവാൻ. ഫസ്റ്റ് 2 എന്താണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? അസറ്റാണ്. ഓക്കെ, അസറ്റ് വിറ്റതിന് ശേഷം നമുക്ക് എത്ര രൂപയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്നുള്ളത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു, എന്നിട്ട് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ കൊടുക്കുന്നില്ല. പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ലിസ്റ്റ് എച്ച് എന്ന് പറഞ്ഞാൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയാണ്. നമുക്കിവിടെ എന്താണ് വന്നിരിക്കുന്നത്? സർപ്ലസ് ആണ്. വീണ്ടും നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുവാണ്. ഓക്കെ, നമ്മളെല്ലാവർക്കും കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിൽ എത്രയാണ്? 31,920 വന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എസ്റ്റിമേറ്റ് ഇത് ഇവിടെ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിഷ്യൻസി എന്നും പറഞ്ഞ് കാണിക്കും. ഓക്കെ, ഇവിടെ പക്ഷേ സർപ്ലസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി? ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കൊടുത്തേക്കുന്ന ഫോമാറ്റ് അതേപോലെ പഠിച്ചു വെക്കാം. ഓക്കെ, കാണാതെ തന്നെ പഠിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം എഴുതേണ്ട ഓരോ ടേംസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എസ്റ്റിമേറ്റഡ് ഈ കൊടുത്തേക്കുന്ന എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ഇതൊക്കെ അതേപോലെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ?
നമുക്ക് മാർക്ക് കിട്ടും, കാരണം അത് അതേപോലെ എഴുതണം. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ട ഇതല്ല, അത് എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ്സ് അവൈലബിൾ ഫോർ ഇത്, എസ്റ്റിമേറ്റഡ് ബാലൻസ് ഓഫ് അസറ്റ്സ് അവൈലബിൾ, ഇതെല്ലാം അതേപോലെ ഫോമാറ്റ് അതേപോലെ പഠിച്ചാലേ നമുക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം ആ ഫോമാറ്റ് പഠിക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ല ഫോമാറ്റ് നിങ്ങൾ കുത്തിയിരുന്ന് കാണാതെ പഠിച്ചിട്ട് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ സംഭവം എന്താണ് മനസ്സിലാക്കാന്ന് വെറുതെ കാണാപ്പാടമായിപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ഫോമാറ്റ് എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ഫെമിലിയാരിറ്റി കിട്ടും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. എക്സ്ട്രാ ഐറ്റംസ് കാണുമായിരിക്കും, ഇതിൻ്റെ അകത്തുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ, ഇല്ലാത്തയാണെങ്കിൽ വേണ്ട, അത് നമ്മൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ സംഭവം നമുക്ക് വേണ്ട, അത് കൊടുത്തിട്ടില്ല. പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, ഇല്ലാത്ത സാധനം നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, ഡിബെഞ്ചേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യില്ല, ഡിപ്പെൻസ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ചേർക്കും. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ലിസ്റ്റ് എച്ച്. ഓക്കെ, ലിസ്റ്റ് എച്ച് നമ്മൾ സംഭവം എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്, നമുക്ക് എത്ര കിട്ടിയെന്ന് എഴുതി, വീണ്ടും നമ്മൾ അത് എടുത്തൊന്നുകൂടെ എഴുതും. ഓക്കെ, ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് അക്കൗണ്ട്. ഓക്കെ, എന്തിനാണിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ, ഒന്നുമില്ല, നമുക്ക് ഈ കിട്ടിയത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ലിസ്റ്റ് എച്ച് ഡെഫിഷ്യൻസി സർപ്ലസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് ഒരു സംഭവം ചെയ്യും. അതിന് ഫോമാറ്റും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ ഡിപ്പെൻസ് അപ്പോൺ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ അത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യും. ഇവിടെ നമ്മൾ എന്താ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, വീണ്ടും ഒരു ഡെഫിഷ്യൻസി സർപ്ലസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. excess of capital liabilities over assets, net dividend and bonuses declared during the period, net trading losses, losses other than trading losses, estimated losses now written off for which provisions has been made. Okay, അപ്പം ഇത്രയാണ് ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എഫിഷ്യൻസി ഓർ റെഡ്യൂസിങ് സർപ്ലസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്, നമുക്ക് സർപ്ലസ് ഇത്രയും കിട്ടി. ഓക്കെ, ഇനി സർപ്ലസ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവം എമൗണ്ട് അത്രയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സർപ്ലസ് കുറയ്ക്കുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ലൈബിലിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്, സർപ്ലസ് കുറയ്ക്കുന്ന ഐറ്റംസ് ആണ്. ആൻഡ് ഇവിടെ വരുമ്പം ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി ഓർ കോൺട്രിബ്യൂട്ടിംഗ് ടു സർപ്ലസ്. നമുക്കിവിടെ സർപ്ലസ് ആയതുകൊണ്ട് നമ്മൾ സർപ്ലസ് മാത്രമാണ് എടുക്കുന്നത്. സർപ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുന്ന എമൗണ്ടുകളാണ്. ഓക്കെ, കൂടുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഈ ഫോമാറ്റ് നോക്കാൻ പോയാൽ ഭ്രാന്ത് പിടിക്കും, അതുകൊണ്ട് നമുക്ക് ഇത് നോക്കിയതിന് ശേഷം നമുക്ക് ഫോമാറ്റിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഐറ്റംസ് റെഡ്യൂസിങ് സർപ്ലസ്. ഓക്കെ, ഐറ്റംസ് റെഡ്യൂസിങ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ സർപ്ലസ് കുറയ്ക്കുന്ന സംഭവങ്ങളാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, അത് എന്തോന്ന് നോക്കണ്ട, നമുക്ക് നോക്കുമ്പോൾ സംഭവം മനസ്സിലാവും. ഫസ്റ്റ് തന്നെ എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ് ഓവർ അസറ്റ്സ്. ഇതാ ഇവിടെ ഫസ്റ്റ് വൺ, എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ് ഓവർ അസറ്റ്. ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അസറ്റ് സൈഡിലാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറയ്ക്കുന്ന എമൗണ്ടാണ്, കുറയുന്ന എമൗണ്ടാണ്, നമുക്ക് ലൈബിലിറ്റി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ലോസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഐറ്റംസ് റെഡ്യൂസിങ് സർപ്ലസ്. സർപ്ലസ് കുറയ്ക്കുന്ന ഐറ്റമാണ്, ലോസ് എന്ന് പറഞ്ഞാൽ കുറയുന്ന ഐറ്റമാണ് അല്ലേ. അപ്പോൾ അത് നമ്മളിവിടെ എടുത്ത് എഴുതി. ഓക്കെ, 35,000. ഓക്കെ, ഇത് നമ്മൾ മറ്റടുത്തൊന്നും എടുക്കത്തില്ല. ഓക്കെ, ശ്രദ്ധിച്ചോണം, അത് മറ്റടുത്ത് നമ്മൾ എടുക്കത്തില്ല. മറ്റൊരു നമുക്ക് ഫോമാറ്റ് ഉണ്ട്, ഫോമാറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ഇവിടാണ് നമ്മൾ ഈ ലോസ് എഴുതുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. എസ്റ്റിമേറ്റഡ് ലോസ് നൗ റിട്ടേൺ ഓഫ് വിച്ച് പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ് ഫോർ ദി പേർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ദ അസറ്റ്. ദേ എസ്റ്റിമേറ്റഡ് ലോസ് നൗ റിട്ടേൺ ഓഫ് ഫോർ വിച്ച് പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ്. ഓക്കെ, അതാണ് ദേ ഇതും എടുത്തു ഇതും ചെയ്തു. ഇതൊന്നും നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇതൊന്നും നമ്മുടെ ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കൊടുത്തിട്ടുള്ള ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 ഐറ്റം മാത്രം നമ്മൾ എഴുതാൻ പോവാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോമാറ്റ് എഴുതിയിട്ട് ഇത് ഇങ്ങനെ ഇട്ട് പോവാം. ഓക്കെ, ഇതൊന്നും കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടുള്ളത് മാത്രം എഴുതുക, ഡിപ്പെൻസ് അപ്പോൾ. അത് എഴുതിയില്ലെങ്കിലും സീനൊന്നുമില്ല. ഇവിടെ അതിൻ്റെ അകത്ത് അവർ പ്രത്യേകിച്ച് അത് എഴുതിയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, estimated loss now return of which provision has been made for the purpose of preparing the statement. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ മതി, ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ബാക്കിയുള്ള അസറ്റുകൾ നമ്മൾ എഴുതിയപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, 40,000 രൂപയുള്ള അസറ്റ് നമ്മൾ വിറ്റപ്പോൾ 60,000 ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ 80,000 ഉള്ള അസറ്റ് നമ്മൾ വിറ്റപ്പോൾ 1,00,000 രൂപ കിട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ ഓരോരോ അസറ്റ്, ഞാൻ ജസ്റ്റ് ഇമാജിനറി നമ്പർ ഇട്ടാണ്. പക്ഷെ
ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആകെപ്പാടെ ലോസ് എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്നത് ഒറ്റൊരെണ്ണം മാത്രമേ ഉള്ളൂ, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, കാരണം എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 6000 ആണ്. ഓക്കെ, 6000 രൂപ ഉണ്ടായിരുന്നു, പക്ഷെ വിറ്റപ്പോൾ നമുക്ക് ആപ്പാട് എത്രയേ കിട്ടിയുള്ളൂ, 4000 രൂപയെ നമുക്ക് കിട്ടിയുള്ളൂ. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, 2000 രൂപ നമുക്ക് ലോസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് അതിൻ്റെ വാല്യൂ എന്താണ്, നമ്മൾ കൂട്ടി വന്നപ്പോഴത്തേക്കും എന്താണ്, ലോസ് നൗ റിട്ടേൺ ഓഫ് വിച്ച് പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ് ഫോർ ദി പേർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ദ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് 2000 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് ലോസ് ആയിരുന്നു. ഓക്കെ, അത് നമ്മളിവിടെ എടുത്ത് എഴുതും. ഓക്കെ, ലോസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, അത് നമ്മളിവിടെ എടുത്ത് എഴുതും. ഓക്കെ, അടുത്ത നോക്കാം, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഫോർ ടാക്സസ് ആൻഡ് വേജസ്. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഫോർ ടാക്സ്, ഇത് നമുക്ക് അടയ്ക്കാനുള്ള എമൗണ്ട് ആണ്, സർപ്ലസിനെ കുറയ്ക്കുന്ന എമൗണ്ട് ആണ്. ആ 1000 നമ്മളെടുത്ത് എഴുതി. ഓക്കെ, ഇത് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മൈൻഡ് മറന്നു പോരുത്. നമുക്ക് സർപ്ലസ് എമൗണ്ട്, ഒരു സർപ്ലസ് എമൗണ്ട് കിട്ടി അല്ലേ, ആ സർപ്ലസ് എമൗണ്ട് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സർപ്ലസിനെ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നമ്മളിവിടെ എഴുതും. ഓക്കെ, സർപ്ലസിനെ കൂട്ടുന്ന ഐറ്റംസ് അല്ലെങ്കിൽ അതിന് എമൗണ്ട് കൂട്ടുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ എഴുതുക. അത് ലാസ്റ്റ് കൂട്ടി കുറച്ച് വരുമ്പോൾ ദേ കണ്ട, ഇവിടെ കണ്ട ഈ എമൗണ്ട് തന്നെയല്ലേ ഈ എമൗണ്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ കിട്ടിയേക്കുന്ന എമൗണ്ട് നോക്കട്ടെ, ഇതാ കണ്ട. ഓക്കെ, 31,920 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടി കുറച്ച് വരുമ്പോഴും എന്താണ് വരുന്നത്, 31,920 ആണ്. അപ്പോൾ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് ഇത്. ഓക്കെ, അപ്പം സർപ്ലസ് കുറയ്ക്കുന്ന ഇതെല്ലാം നമ്മൾ ആദ്യം എഴുതും. ഓക്കെ, അതേപോലെ സർപ്ലസ് കൂട്ടുന്നതല്ല, ഡെഫിഷ്യൻസി ആണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ സർപ്ലസ് ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ചെയ്യും. ഓക്കെ, അതാണ്. ഓക്കെ, ഇനി അത് പറഞ്ഞു, ലോസ് ആയിരുന്നു, 2000 ലോസ് ആയിരുന്നു. പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഫോർ ടാക്സ് ആൻഡ് വേജസ്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, ലൈബിലിറ്റി ആയിരുന്നു. ഓക്കെ, പിന്നെ നോക്കാം, ടെലിഫോൺ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ആയിരുന്നു 80. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഓക്കെ നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്നുള്ള രീതിയിൽ എന്താണ് വരുന്നത്, 38,080 ആണ് വരുന്നത്. ഓക്കെ, കൊടുക്കാനുള്ള എമൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എത്ര ആണ് വരുന്നത്, അല്ലെങ്കിൽ സർപ്ലസിനെ കുറയ്ക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 38,080 ആണ് വരുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഐറ്റംസ് റെഡ്യൂസിങ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സർപ്ലസ് കുറയ്ക്കുന്ന അല്ലെങ്കിൽ സർപ്ലസ് എമൗണ്ട് കുറയുന്ന എമൗണ്ട് ഇനിയാണ് എന്താണ് ഈ പറയുന്ന ഐറ്റംസ് റെഡ്യൂസിങ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ. അതിൽ ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തൊക്കെ വരുന്നുണ്ട്, ലോസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് ലോസ് വന്നതാണ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ലോസ് വന്നു. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള രീതിയിലാണ്, മൊത്തത്തിൽ നമുക്ക് ലോസ് വന്നു എന്നുള്ളതാണ്. ഇത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള സംഭവം നമുക്ക് ചെയ്തപ്പം നമുക്ക് എന്താണ് 6000 രൂപ സാധനം നമുക്ക് 4000 രൂപയ്ക്ക് വിറ്റാൻ പറ്റുള്ളൂ. എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ 2000 രൂപ നമുക്ക് ലോസ് ആയിരുന്നു. ഓക്കെ, പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നമുക്ക് അടയ്ക്കാനുള്ള ലയബിലിറ്റി ആയിരുന്നു, ടെലിഫോൺ റെന്റ് നമുക്ക് അടയ്ക്കാനുള്ളതായിരുന്നു. അങ്ങനെ ടോട്ടലി 38,080 റുപ്പീസാണ് സർപ്ലസിനെ കുറയ്ക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ഐറ്റംസ് കോൺട്രിബ്യൂട്ടിങ് ടു സർപ്ലസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ സർപ്ലസ് കൂട്ടുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതെ ഇവിടെ കൊടുത്തേക്കുന്ന എക്സസീവ് എനി അസറ്റ്സ് ഓവർ ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ്, നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈബിലിറ്റി സൈഡിലാണ് കൊടുത്തേക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി സൈഡിലാണ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ലൈബിലിറ്റിയുടെ ആ പോർഷനിലാണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ ലോസ് ആയതുകൊണ്ട് നമ്മൾ എവിടെ എടുത്ത് എഴുതി, ഇവിടെ അത് എഴുതി. ഓക്കെ, അപ്പോൾ അതിവിടെ വരില്ല അവിടെ, കാരണം ലോസ് ആയിരുന്നു, പ്രോഫിറ്റ് അല്ലായിരുന്നു. അടുത്ത് നോക്കാം, നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഐറ്റംസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ആൻഡ് ഇൻകം അതർ ദാൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ സെയിം പീരിയഡ്, അതർ ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി ഓർ കോൺട്രിബ്യൂട്ടിങ് ടു സർപ്ലസ്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ഇൻകം അതർ ദാൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ, ഇതൊന്നും ഇല്ല. ഓക്കെ, ഇതൊന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല, നമുക്ക് കൊടുത്തേക്കുന്ന അതർ ഐറ്റംസ് ആണ്. ഓക്കെ, അങ്ങനെ ഒന്നും സ്പെസിഫിക്കലി എടുത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ അതെന്തൊക്കെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ നേരത്തെ ഇതിൽ കൊടുത്തിരുന്ന ഒന്ന് മെഷീനറി. ഓക്കെ, ബുക്ക് വാല്യൂ 60,000 ആയിരുന്നു. ഓക്കെ, സോറി, ബുക്ക് വാല്യൂ 30,000 ആയിരുന്നു, പക്ഷെ വിറ്റപ്പോൾ അതിന് എത്ര രൂപ ഉണ്ടായിരുന്നു, 60,000 രൂപ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭമായിട്ട് 30,000 രൂപ കിട്ടി, അത് സർപ്ലസ് ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. ഓക്കെ, അടുത്ത് നോക്കാം, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി 40,000 രൂപ ഉള്ളായിരുന്നു അതിൻ്റെ വാല്യൂ, പക്ഷെ അത് വിറ്റ് നമ്മൾ എത്ര രൂപയ്ക്കാണ്, 73,000. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 33,000 രൂപ എന്താണ് നമുക്ക് സർപ്ലസ് ആയിട്ട് കിട്ടിയ എമൗണ്ടാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കും എന്തായിരുന്നു, ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, 1000 രൂപ ഉള്ളായിരുന്നു എൻ്റെ വാല്യൂ, വിറ്റ് നമ്മൾ എത്ര രൂപയ്ക്കാണ്, 2000 രൂപയ്ക്ക്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1000 രൂപ നമുക്ക് സർപ്ലസ് എന്നുള്ള രീതിയിൽ കിട്ടി. ഓക്കെ, ഇതെല്ലാം എന്താണ്, ഐറ്റംസ് കോൺട്രിബ്യൂട്ടിങ് ടു സർപ്ലസ് ആണ്. ഓക്കെ, ഇനി ഡെറ്റേഴ്സിന്റെ കേസ് നോക്കാം. ഓക്കെ,
ഡെറ്റേഴ്സിൻ്റെ കേസ് ഉദ്ദേശിക്കുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ എടുത്തിട്ടില്ല. ഓക്കെ, നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, ഇവിടെ അത് വരുന്ന ഐറ്റവും അല്ല, മറ്റേലൊന്നും വരുന്ന ഐറ്റവും അല്ല. ഓക്കെ, ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊവിഷൻ എന്നും പറഞ്ഞും ഒരു 10,000 റുപ്പീസും മാറ്റിവെച്ചു. ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ബാഡ് ഡെറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ബാഡ് ഡെറ്റിനെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര രൂപ മാറ്റി വെച്ചു? 10,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് ഉദ്ദേശിച്ചത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ബാഡ് ഡെറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പൈസയാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് 10,000 ആണ്. ഓക്കെ, അപ്പം അതിൽ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മതി, ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞൊരു 2,000 രൂപ നമുക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നും പറഞ്ഞൊരു 2,000 രൂപ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം മൊത്തത്തിൽ 10,000 രൂപ മാറ്റി വെച്ചതിൽ ആകെപ്പാടെ 4,000 രൂപ മാത്രമേ നമുക്ക് പോയുള്ളൂ. നമ്മൾ വിചാരിച്ച എന്താണ്, ബാഡ് ഡെറ്റ് 10,000 രൂപ വരുമെന്നും വെച്ചിട്ടാണ് 10,000 രൂപ മാറ്റി വെച്ചത്. ഓക്കെ, പക്ഷെ 10,000 രൂപ പോയോ? ഇല്ല, 4,000 രൂപ മാത്രമേ ആകെപ്പാടെ എന്തായിട്ട് പോയിട്ടുള്ളൂ? നമുക്ക് ബാഡ് ഡെറ്റ് ആയിട്ട് പോയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? 6,000 രൂപ നമുക്ക് എന്തായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ? 6,000 രൂപ വീണ്ടും പ്രൊവിഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അതും സർപ്ലസിനെ ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടേ? ഇത് നിങ്ങൾ ആലോചിക്കുമ്പോൾ മറ്റേ ട്രേഡിങ്ങും പിയാനിലൊക്കെ ചെയ്യുന്ന പോലെ ആ രീതിയിലൊന്നും ആലോചിച്ച്, പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പുറത്തല്ലേ വരുന്നത്, ഇങ്ങനെയല്ലേ വരുന്നതെന്നൊന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. സർപ്ലസിനെ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് വരുന്നത്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെറ്റ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്ന പൈസ 10,000 ആണ്. ഓക്കെ, പക്ഷേ 10,000 രൂപ നമുക്ക് ആയില്ല. ആകെപ്പാടെ 4,000 രൂപ മാത്രമേ എന്താ ബാഡ് ഡെറ്റ് എന്നുള്ള രീതിയിലായുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 6,000 രൂപ വീണ്ടും നമ്മുടെ കയ്യിലിരിക്കുവാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയാണ്. ഓക്കെ, വീണ്ടും 6,000 രൂപ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. നമ്മൾ 10,000 ആവും എന്നാണ് വിചാരിച്ചത്, പക്ഷേ ആപ്പാടെ 4,000 ആയുള്ളൂ. എൻ്റെ അർത്ഥം തന്നെ 6,000 രൂപ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ എത്ര വരുന്നത്? 70,000 റുപ്പീസാണ്. ഓക്കെ, ഇനി നമുക്ക് പോകുന്ന എമൗണ്ട് എത്രയാണ്? 38,080 ആണ്. ഓക്കെ, അതാണ് റെഡ്യൂസിങ് സർപ്ലസ്. സർപ്ലസിന് കുറയ്ക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ 38,080 ഉണ്ട്. ഓക്കെ, ആൻഡ് സർപ്ലസിനെ ആഡ് ചെയ്യുന്ന ഐറ്റംസ് നമ്മളെല്ലാം കൂടെ കൂട്ടിയപ്പോഴത്തേക്ക് 70,000 ഉണ്ട്. ഓക്കെ, രണ്ടും കൂടെ കൂട്ടി കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര എമൗണ്ടാണ്? 31,920 ആണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ചെയ്തേക്കുന്ന സർപ്ലസ് ആസ് ഷോൺ ബൈ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്തേക്കുന്നത് കറക്റ്റാണ്. ഓക്കെ, കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇത്രയും ആഡംബരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ മാക്സിമം ഇതേപോലെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇതാണ് നിങ്ങളുടെ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരെണ്ണം എങ്ങനെ വന്നാൽ ചെയ്യാൻ അറിയണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പഠിച്ചത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും അതേപോലെ തന്നെ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി അക്കൗണ്ട് കിട്ടി. ഇതിപ്പോൾ സർപ്ലസ് ആണ് നമുക്ക് കിട്ടിയത്. ഡെഫിഷ്യൻസി ആകുമ്പോൾ എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ സിമ്പിൾ പ്രോബ്ലം. ഓക്കെ, അപ്പം നമ്മളിനി അടുത്ത നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യും. എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഓക്കെ നമ്മുടെ കയ്യിൽ എത്രത്തോളം അസറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ അസറ്റുകൾ വിറ്റതിന് ശേഷം നമുക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടിയത്, ആ എമൗണ്ട് കിട്ടിയ എമൗണ്ട് ഓക്കെ വിറ്റതിന് ശേഷം നമുക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്ന് എത്രയൊക്കെ നമുക്ക് കൊടുത്തു തീർക്കാനുള്ള ഓക്കെ നമ്മുടെ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കൊടുത്തു തീർക്കാനുള്ള ആൾക്കാർക്ക് കടം നമ്മൾ എത്ര കൊടുത്തു തീർത്തു എന്നുള്ള ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ കടം കൊടുത്ത് തീർത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ബാക്കി വല്ലതും ഉണ്ടോ ഓക്കെ, അതോ നമുക്ക് ഫുള്ള് കൊടുത്തു തീർക്കാൻ പറ്റിയില്ലേ? ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ 1 ലാഖിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് 1 ലാഖ് ആണ് എനിക്ക് അസറ്റ് എല്ലാം വിറ്റതിന് ശേഷം എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് 1 ലാഖ് ആണ്. ഓക്കെ, അസറ്റ് എല്ലാം വിറ്റതിന് ശേഷം അതിൽ നിന്ന് എനിക്ക് എത്ര രൂപ കടം ഉണ്ടായിരുന്നു? 80,000 രൂപ കടം ഉണ്ടായിരുന്നു വിചാരിച്ചു. ഓക്കെ, അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അസറ്റ് എല്ലാം കൂടെ
സെറ്റപ്പ്, ഏതൊക്കെ അസറ്റാണ് നമ്മൾ വിൽക്കുന്നതും ഓക്കെ, ഏതൊക്കെ അസറ്റാണ് നമ്മൾ വിൽക്കുന്നത്, ആ അസറ്റ് എല്ലാം വിറ്റതിന് ശേഷം എത്ര രൂപയാണ് എനിക്ക് എൻ്റെ കയ്യിലുള്ളത് എന്നുള്ളത് കാണിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം വിറ്റതിന് ശേഷം എനിക്ക് 1 lakh rupees ആണുള്ളത്. ഓക്കെ, എന്നിട്ട് പിന്നെ കാണിക്കാൻ പോകുന്നത് എന്തൊക്കെ കടങ്ങളാണ് എനിക്ക് ഉള്ളത്, ഓക്കെ, അതിൽ എന്തൊക്കെ ലൈബിലിറ്റി ആണ് എനിക്ക് ഉള്ളത് എന്നുള്ളത് കാണിക്കും. അത് ഓരോന്നോരോന്ന് കാണിക്കും. അപ്പോൾ ഫുള്ള് ടോട്ടലി ഇപ്പോൾ 80,000 രൂപയാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കഴിഞ്ഞ് കഴിയുമ്പം എത്ര രൂപയാണ്? 20,000 രൂപ നമ്മുടെ കയ്യിൽ കാണും. ഓക്കെ, അപ്പോൾ 20,000 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സർപ്ലസ് ആണ്. കടം എല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ 20,000 രൂപ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? കുഴപ്പമൊന്നുമില്ലേ? അപ്പം ഇതെല്ലാം കാണിക്കുന്ന ഓക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ വെറുതെ അല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, ആ ഓർഡറാണ് ദേ കൊടുത്തേക്കുന്ന ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് എയിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെജ്ഡ്. ഓക്കെ, ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്ലെഡ്ജ് ചെയ്യാത്ത അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ വെക്കാത്ത അസറ്റ്സ് ആയിരിക്കും നമ്മൾ ആദ്യം കാണിക്കുന്നത്. ഓക്കെ, ലിസ്റ്റ് ബിയിൽ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആയിട്ട് പ്ലെഡ്ജ് ചെയ്ത ഓക്കെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ പ്ലെഡ്ജ് ചെയ്ത ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും കാണിക്കുന്നത്. മൂന്നാമത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് നമ്മൾ എത്ര രൂപ കൊടുക്കാനുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ലിസ്റ്റ് ഡിയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിബെഞ്ചർ ഹോൾഡർ സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ്, അവർക്ക് എത്ര രൂപ നമ്മൾ കൊടുത്തു. പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്ര രൂപ കൊടുത്തു. പിന്നെ പ്രിഫറൻസ് ഷെയർസ് എന്നുള്ള രീതിയിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എത്ര രൂപ കൊടുത്തു. ലാസ്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എത്ര കൊടുത്തു. അതെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സർപ്ലസ് ആണോ ഡെഫിഷ്യൻ്റ് ആണോ, ബാക്കി എന്തെങ്കിലും പൈസ വന്നോ ഇല്ലേ എന്നുള്ളത് കാണിക്കുന്നതാണ് എന്ത്? ലിസ്റ്റ് എച്ച്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കാം. ഇതിൻ്റെ ഓർഡർ തന്നെ പഠിച്ചു വെക്കാം. നമ്മൾ ആ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഇത് ഇത്രയും കിട്ടും. ഓക്കെ, ഓർഡർ ഓഫ് പേയ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ദേ ഇത് ഇത്രയും നമുക്ക് കിട്ടും. CDEFG അത് അത്രയും നമുക്ക് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ലിസ്റ്റ് എ ലിസ്റ്റ് ബിയിൽ നോട്ട് സ്പെസിഫിക്കലി പ്ലസ്ഡും സ്പെസിഫിക്കലി പ്ലസ്ഡും. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലിസ്റ്റ് പ്രകാരമായിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫോമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഫോമാറ്റ് കാണാതെ തന്നെ പഠിച്ചു വെക്കുക എന്നുള്ളത് അല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷനും പറയാനില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ സോൾവ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഏതോ ഒരു 1-2 വർഷം ഇതിൻ്റെ എന്താ പറയുക ഫോമാറ്റ് അതേപോലെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഫോമാറ്റ്, പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നുമല്ല, പക്ഷെ അതിൻ്റെ ഫോമാറ്റ് അതേപോലെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതേപോലെ പഠിക്കാം. ഓക്കെ, നമ്മൾ ഇതുവരെ പ്രോബ്ലം ഒന്നും ഇത് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തേക്കുന്ന ഒരു സിമ്പിൾ ഒരു പ്രോബ്ലം നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ പോകണം. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ ആ ഫോമാറ്റ് വെച്ച് ആദ്യം പഠിപ്പിക്കുന്നില്ല. ഫോമാറ്റ് വെച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് കേട്ടിരുന്നതിന് ശേഷം എന്നിട്ട് നിങ്ങൾ ആ ഫോമാറ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും ആ ഫോമാറ്റ് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഓക്കെ, കാരണം എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ ഫോമാറ്റ് അതേപോലെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പം പ്രോബ്ലം ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് അത് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ചുമ്മാ ഫോമാറ്റ് മാത്രം എഴുതാനുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുണ്ട്. സ്പെസിമെൻ എന്നൊക്കെ പറഞ്ഞാണ് തോന്നുന്നു ഏതൊരു വർഷം ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് അതേപോലെ പഠിച്ചു വെക്കാം. ഓക്കെ, അതിന് ഇസും ഡാറ്റും വിടാതെ അതേപോലെ, കാരണം അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഈ ഒരു ഫോമാറ്റിലാണ് അത് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് അത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അത് അതേപോലെ പഠിക്കാം. ഓക്കെ, അപ്പം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബോറിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് സംഭവം എന്താണെന്നുള്ള വലിയൊരു ഐഡിയ കിട്ടില്ല. പ്രോബ്ലം ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫോമാറ്റ് പഠിക്കാൻ നോക്കും. പ്രോബ്ലം ഒന്ന് ജസ്റ്റ് കേട്ടിരുന്നിട്ട് ആ ഫോമാറ്റ് അതേപോലെ പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ശ്രീ K. Manohar is appointed as the liquidator of a company. ഓക്കെ, ലിക്വിഡേറ്റർ ഓഫ് എ കമ്പനി എന്നുള്ള രീതിയിൽ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, ലിക്വിഡേഷൻ പ്രോസസ് വോളണ്ടറി ലിക്വിഡേഷൻ ആണ്. ലിക്വിഡേഷൻ പ്രോസസ്സ് ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ 1 July 2016 ഇത് ഡേറ്റ് ഒന്നും അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ദ ഫോളോയിങ് ബാലൻസസ് എക്സ്ട്രാക്ട് ഫ്രം ദി ബുക്സ് ഓൺ ദി ഡേറ്റ്. ഓക്കെ, അപ്പം കമ്പനി ലിക്വിഡേഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഓക്കെ നമ്മുടെ കയ്യിൽ അസറ്റ്സ് എത്ര ഉണ്ടായിരുന്നു, ലൈബിലിറ്റീസ് എത്ര ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് എത്ര അസറ്റ് ഉണ്ടായിരുന്നു, എത്ര ലൈബിലിറ്റി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എത്ര ആയിരുന്നു, ഡിബെഞ്ചേഴ്സ് എത്രയാണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എത്രയാണ്, ലൈബിലിറ്റീസ് ഫോർ പർച്ചേസ് എത്രയാണ്, അതേപോലെ തന്നെ എന്താണ് അസറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ
എത്ര ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ആക്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ലോസ് എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള രീതിയിലോട്ട് മാറ്റുന്നത് ഉദ്ദേശിക്കുന്നത് ഈ 35 ഈ അസറ്റ് സൈഡിലാണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ അത് ലോസ് ആണ്. ഓക്കെ, അതിന് ഈ ഇപ്പുറത്തെ സൈഡിലാണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക സംഭവം എന്താണെന്നുള്ളത്. ഓക്കെ ഓക്കെ, നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. ഓക്കെ ഓക്കെ, പിന്നെ ഇവിടെ ഓരോ എക്സ്ട്രാ ആയിട്ട് ഓരോരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതിന് വലിയ ഫോർമാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സൈഡിൽ ഇങ്ങനെ എഴുതുക, ഒരു സൈഡിൽ എമൗണ്ട് കോളം എഴുതാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ലിസ്റ്റ് എ ആണ്. ഓക്കെ, അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്, പ്ലെഡ്ജ് ചെയ്യാത്തതായിട്ടുള്ള അസറ്റുകളെല്ലാം എടുത്ത് എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എടുത്ത് എഴുതാം. ഫസ്റ്റ് തന്നെ മെഷീനറിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, മെഷീനറി നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നതിൻ്റെ അകത്ത് 30,000 ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് മെഷീനറി ഈസ് വാല്യൂഡ് അറ്റ് 60,000. ഓക്കെ, അതേപോലെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസും 73,000 ആണ്. ഇൻവെസ്റ്റ്മെന്റ് 4,000, സ്റ്റോക്ക് 2,000, ബാഡ് ഡെറ്റ് 2,000, ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 4,000 ആണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് 2,000 കിട്ടി എന്നുള്ളതാണ്. അപ്പൊ 2,000 രൂപയാണ് വീണ്ടും ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്, ഓക്കെ അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന മെഷീനറി 30,000 ആണ്. ഓക്കെ, പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട് ഇസ് വാല്യൂഡ് അറ്റ് 60,000. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മെഷീനറി നമ്മൾ 30,000 എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മളത് വിറ്റപ്പം അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആണെന്നറിയോ, 60,000 ആണ്. ഓക്കെ, 30,000 രൂപ ഉള്ളായിരുന്നു. ഓക്കെ, പക്ഷെ അത് നമ്മൾ വിറ്റപ്പോൾ അതിന്റെ വാല്യൂ എന്താണ്, റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 60,000 ആണ്. ഇത് ബുക്ക് വാല്യൂ ആണ്. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്ന ബുക്ക് വാല്യൂ ആണ്. പക്ഷെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 60,000 രൂപ നമുക്ക് ആ മെഷീനറി വിറ്റാ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എഴുതുമ്പം ഏത് എമൗണ്ട് ആയിരിക്കും നമ്മൾ എടുത്ത് എഴുതേണ്ടത്, നമുക്ക് എന്ത് വന്നാലും എന്തായിരിക്കും എമൗണ്ട്. ഇപ്പൊ നമ്മൾ ഈ എമൗണ്ട് ആയിരിക്കും 60,000 എന്നുള്ള രീതിയിലായിരിക്കും എഴുതുന്നത്, അതോ 30,000 ആയിരിക്കും, നമ്മുടെ റിയലൈസബിൾ എമൗണ്ട് ആണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അത് ബുക്ക് വാല്യൂ അല്ല. ഇപ്പം മാർക്കറ്റിൽ അതിന് എത്ര രൂപയാണോ ആ വാല്യൂ ആണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ മെഷീനറി എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് എ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ മെഷീനറി എടുത്ത് എഴുതി. 60,000 ആണ് ഈ എമൗണ്ട് അല്ല, 30,000 അല്ല എടുത്ത് എഴുതേണ്ടത്, 60,000 ആണ് എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയ? റിയലൈസ് ചെയ്തിട്ടുള്ള വാല്യൂ എത്ര ആണോ ആ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കും. റിയലൈസ് ഇതിൽ ക്വസ്റ്റ്യനിൽ ഈ കൊടുത്തേക്കുന്ന എമൗണ്ട് വേറൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. പക്ഷെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിയലൈസബിൾ വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. മാർക്കറ്റിൽ ഇപ്പൊ എത്ര വാല്യൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബുക്ക് വാല്യൂ അല്ല കൊടുത്തത്, ഇതെല്ലാം ബുക്ക് വാല്യൂ ആണ്. അപ്പം ബുക്ക് വാല്യൂ എല്ലാം നമ്മൾ എടുത്ത് എഴുതുന്നത് റിയലൈസബിൾ വാല്യൂ ആണ്. ഓക്കെ, അപ്പം മെഷീനറിക്ക് ഇപ്പൊ എത്ര രൂപയാണ്, 60,000 ആണ്. ആ നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ ഓക്കെ, അടുത്ത് നോക്കാം. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അതിൽ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓക്കെ, സ്റ്റോക്ക് ഇൻ ട്രേഡ് അപ്പം 1000 രൂപയാണ് ബുക്ക് വാല്യൂ. ഓക്കെ, നമ്മുടെ ഇതിൽ എഴുതിയേക്കുന്നത് 1000 രൂപ എന്നുള്ളതാണ്. പക്ഷെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇവിടെ എത്രയാണ് എഴുതിയേക്കുന്നത്, റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 2,000 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2,000 രൂപ. 1000 രൂപയാണ് ബുക്ക് വാല്യൂ, പക്ഷെ ഇപ്പോൾ നമുക്കത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 2,000 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ സ്റ്റോക്കും അതേപോലെ നമ്മൾ 2,000 എഴുതി വെച്ചു. ഓക്കെ, ക്ലിയർ ആണേ? അടുത്ത് നോക്കാം. ഓക്കെ, അപ്പം മെഷീനറിയും കഴിഞ്ഞു, സ്റ്റോക്കും കഴിഞ്ഞു. ഓക്കെ, ബാഡ് ഡെറ്റ് അവിടെ നിൽക്കട്ടെ. ഇൻവെസ്റ്റ്മെന്റ് നോക്കാം. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്, 6,000 രൂപയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, 6,000 രൂപ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് 4,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, 6,000 രൂപയായിരുന്നു അതിന്റെ വാല്യൂ. ഓക്കെ, ബുക്ക് വാല്യൂ 6,000 രൂപയാണ്. പക്ഷെ നമ്മളത് വിൽക്കാൻ നോക്കിയപ്പോൾ നമുക്ക് ആ പടം 4,000 രൂപയെ കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഏതാണ് എഴുതുന്നത്, നമ്മുടെ മാർക്കറ്റ് വാല്യൂ ആണ് എഴുതേണ്ടത്. ഓക്കെ, ബുക്ക് വാല്യൂ അല്ല എഴുതേണ്ടത്. നമുക്ക് വിൽക്കുവാണെങ്കിൽ നമുക്ക് എത്ര പൈസ കിട്ടും അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടിയുള്ളൂ, 4,000 രൂപയെ കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പൊ കുറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണ്? അടുത്ത നമുക്ക് നോക്കാം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റും കഴിഞ്ഞു. ഓക്കെ,
കോൾസ് ഇൻ അറിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാനുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ അസറ്റ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതും അതിൻ്റെ വേറെ ഡീറ്റെയിൽ കോൾസ് ഇൻ അറിയേഴ്സിൻ്റെ സ്പെസിഫിക്കലി വേറെ ഒന്നും എടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് അതേപോലെ എടുത്ത് എഴുതുക. എന്ന് പറഞ്ഞാൽ 5000 രൂപ തന്നെയാണ്, വേറെ ഒന്നും എൻ്റെ അത് എടുത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അത് അതേപോലെ എടുത്ത് എഴുതുന്നു. ഓക്കെ, അടുത്ത് നോക്കാം ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് 1000 ആണ്. ക്യാഷ് ഇൻ ഹാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒന്നും കൂടിയിട്ടുണ്ടെന്നോ കുറഞ്ഞിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡും 1000 രൂപ എടുത്ത് എഴുതി. ഓക്കെ, അപ്പം കോൾസ് ഇൻ അറിയേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക് ഇത്രയൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ലേ. ഇനി ഇത്രയും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ള ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസും ബുക്ക് ഡെറ്റും ആണ്. ഓക്കെ, അപ്പം ബുക്ക് ഡെറ്റിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 60000 രൂപയാണ് ഇപ്പം കൊടുത്തേക്കുന്നത്. ബുക്ക് ഡെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൺട്രി ഡെറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം 60000 രൂപയാണ് എന്ത് കൊടുത്തേക്കുന്നത്, നമുക്ക് ഡെറ്റേഴ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള എമൗണ്ട്. ഓക്കെ, പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ ഇവരൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. എന്താ അവർ കൊടുത്തേക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാഡ് ഡെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്താണ്, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ എത്രയാണ്, 60000 രൂപയാണ്. ഓക്കെ, പക്ഷെ അതിൽ 2000 രൂപ കിട്ടാക്കടമുണ്ട്. ഓക്കെ, കിട്ടത്തില്ല, നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ആ 2000 കുറയ്ക്കും. ഓക്കെ, അപ്പോൾ എത്രയായി, 58,000. ഓക്കെ, വീണ്ടും നോക്കിയപ്പം ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നും പറഞ്ഞൊരു 4000 രൂപയുണ്ട്. ഓക്കെ, പക്ഷെ ആ 4000 രൂപ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ അതിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് എസ്റ്റിമേറ്റഡ് റിയലൈസ്ഡ് 2000 രൂപ നമുക്ക് തിരിച്ച് കിട്ടി. ഓക്കെ, 4000 രൂപയായിരുന്നു നമ്മൾ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചതും, ഓക്കെ, കിട്ടാക്കടമെന്ന് പറഞ്ഞ് എഴുതി വെച്ചത്. പക്ഷെ ആ 4000 2000 രൂപ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ബാക്കി കിട്ടാക്കടം എത്രയാണുള്ളത്, 2000 ആണ്. ഓക്കെ, അപ്പം അതും നമ്മൾ കുറച്ചു. ഓക്കെ, അപ്പം അത്രയും കുറച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന എത്രയാണ്, 56,000 ആണ്. ഓക്കെ, അപ്പോൾ ഡെറ്റേഴ്സ് നമ്മൾ എഴുതുമ്പോൾ എന്തായിരിക്കും എഴുതുന്നത്, 56,000 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണേ, കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ ലിസ്റ്റ് എ പ്രകാരമാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ലിസ്റ്റ് എ പ്രകാരം എഴുതുമ്പോൾ എന്താണ്, നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ് ചെയ്യാത്ത, ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കലി ഇതൊന്നും പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടെന്നൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി വെക്കാത്തതായിട്ടുള്ള അസറ്റ്സ് എല്ലാം നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ, അതിൽ കുറയ്ക്കേണ്ട എന്താണോ റിയലൈസബിൾ വാല്യൂ അതാണ് നമ്മൾ എഴുതുന്നത്. ഡെറ്റേഴ്സ് വരുമ്പോൾ എന്താണ് വരുന്നത്, ബാഡ് ഡെറ്റ് എല്ലാം നമുക്ക് കുറയ്ക്കണം. ഓക്കെ, ഇവിടെ 4000 എടുക്കാത്ത റീസൺ എന്താണ്, ഈ 4000 രൂപ കിട്ടാക്കടമെന്ന് പറഞ്ഞ് എഴുതി വെച്ചതാണ്. പക്ഷെ അതിൽ നമുക്ക് 2000 രൂപ കിട്ടി. ഓക്കെ, അങ്ങനെ കിട്ടി കഴിയുമ്പോൾ ബാക്കി ബാഡ് ഡെറ്റ് എത്രയേ വരുന്നുള്ളൂ, 2000 രൂപ വരുന്നുള്ളൂ. ഓക്കെ, ആ കിട്ടിയൊന്നും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മളിവിടെ ആ 2000 കുറച്ചിട്ട് ബാക്കി എത്ര രൂപയാണ് എഴുതുന്നത്, 56,000 എഴുതും. ഓക്കെ, ക്ലിയർ ആയേ. അപ്പം നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് എ എന്നുള്ളത് നമ്മൾ അതാണ് ലിസ്റ്റ് എ. ഓക്കെ, പ്ലെഡ്ജ് ചെയ്യാത്തതായിട്ടുള്ള ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം നമ്മൾ എടുത്തു. ഓക്കെ, ബുക്ക് ഡെറ്റും എടുത്തു. ഇനി എടുക്കാനുള്ള ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസാണ്. ഓക്കെ, പക്ഷെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസിലൊരു കുഴപ്പമുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 73,000 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ആക്ച്വലി 40,000 ആ ബുക്ക് വാല്യൂ. ഓക്കെ, പക്ഷെ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്, 73,000 ആണ്. ഓക്കെ, നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ അതിൻ്റെ വാല്യൂ അല്ലെ മാർക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരുന്നപ്പോൾ എത്രയാണ്, 40,000 എന്ന് പറഞ്ഞാണ് നമ്മൾ ബുക്കിൽ കാണിച്ചിരിക്കുന്നത്, അതാണ് ബുക്ക് വാല്യൂ. പക്ഷെ മാർക്കറ്റ് വാല്യൂ അല്ലേ നമ്മൾ വിൽക്കാൻ പോകുമ്പോഴത്തേക്കാണ് എത്ര രൂപയാണ്, 73,000 ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ദ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് സെക്യൂർഡ് ബൈ ഡിപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ലീസ്റ്റ് ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എടുത്തേക്കും. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാത്ത പൈസയും കാട്ടി കൂടുതൽ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിനെയാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെറുതെ ബാങ്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ തരുമോ, ഇല്ല, നമ്മൾ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഞാൻ എക്സ്ട്രാ ആയിട്ട് വിഡ്രോ ചെയ്ത പൈസ ഞാൻ തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും, ഓക്കെ, തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകാർക്ക് എൻ്റെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് എടുത്തുകൊണ്ട് പോവാം. അതാണ് സെക്യൂരിറ്റി, പ്ലെഡ്ജ് ചെയ്തേക്കുവാണ്. ഓക്കെ, ഈ അസറ്റ് നമ്മൾ ഇത്രയും എഴുതിയത് എന്തായിരുന്നു, പ്ലെഡ്ജ് ചെയ്യാത്ത അസറ്റ്സ് ആണ് നമ്മൾ ലിസ്റ്റിൽ എയിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി അതിൽ വരുമോ, ഇല്ല, അത് പ്ലെഡ്ജ് ചെയ്തേക്കുവാണ്. എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്ലെഡ്ജ് ചെയ്തേക്കുന്നത്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓക്കെ, ബാങ്ക് ഓവർ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഞാനല്ലേ എക്സ്ട്രാ എടുത്ത പൈസ അടച്ച് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകാർ എൻ്റെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞ് ഞാൻ പ്ലെഡ്ജ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പം ലിസ്റ്റ് എ കഴിഞ്ഞു.
ഓക്കെ. ലിസ്റ്റ് നമ്മൾ അസസ് നോട്ട് സ്പെസിഫിക്കലി പ്ലസ്ഡ് ആസ് പെർ, അതാണ് നമ്മൾ ലിസ്റ്റ് എ എഴുതുന്നത്. ഓക്കെ, അത് ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഇനി വേറെ ഏതെങ്കിലും ഒക്കെ അസറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ. പക്ഷെ ആലോചിക്കണം, എന്തെഴുതിയാലും മാർക്കറ്റ് വാല്യൂ ആണ് എഴുതുക. മാർക്കറ്റ് വാല്യൂ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുക്ക് വാല്യൂ എഴുതിയാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് വാല്യൂ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്ന വാല്യൂ. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റിൽ വേറെ എന്തെങ്കിലും വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് മാർക്കറ്റ് വാല്യൂ ആണ്. ഓക്കെ, അപ്പം ആ മാർക്കറ്റ് വാല്യൂ വേണം നമ്മൾ എടുത്ത് എഴുതാൻ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ആസ് പെർ ലിസ്റ്റ് ബി. ഓക്കെ, ലിസ്റ്റ് ബി പ്രകാരം അല്ലെങ്കിൽ ആസ് എ സ്പെസിഫിക്കലി പ്ലെഡ്ജ് ചെയ്തേക്കുന്ന നമ്മുടെ അസറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്തേക്കുന്ന അസറ്റ് നമ്മൾ എങ്ങനെയായിരിക്കും കാണിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. ഓക്കെ, അത് ഇതെല്ലാം ഓർഡറിൽ നിങ്ങളുടെ ഫോർമാറ്റ് നോക്കിയാൽ മതി. ഫോർമാറ്റിൽ ഇതേപോലെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഇതെല്ലാം എന്തേ ആ ഫോർമാറ്റിലുള്ള സംഭവമാണ്. ഓക്കെ, ഇതൊന്നും നമ്മൾ എന്താ പറയുക ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് മാറുന്ന ഐറ്റം ഒന്നും അല്ല. ഇതെല്ലാം അതേപോലെ എഴുതുക. ഓക്കെ, എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ഡെഫിഷ്യൻസി റാങ്കിങ് ആസ് അൺസെക്യൂർഡ്, സർപ്ലസ് ക്യാരി ടു ലാസ്റ്റ് കോളം. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് സെക്യൂർ ചെയ്യാത്ത അസറ്റ്സിൽ നിന്ന് നമ്മൾ വിറ്റതിന് ശേഷം നമുക്ക് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ 1,28,000 ആണ്. ഓക്കെ, സെക്യൂർ ചെയ്യാത്ത അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ വെക്കാത്ത അസറ്റ്സ് എല്ലാം വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,28,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ സെക്യൂരിറ്റി വെച്ച അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുത്തേക്കുന്നുണ്ട് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നത് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ആണ്. ഓക്കെ, ആ ഒരു സംഭവം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട് എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത്? 73,000 ആണ്. ഓക്കെ, 73,000 ആണ്. ആക്ച്വലി എത്ര രൂപ ഉള്ളായിരുന്നു അതിൻ്റെ വാല്യൂ? 40,000 ഉള്ളായിരുന്നു. പക്ഷെ വിൽക്കാൻ നോക്കിയപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 73,000. അപ്പോൾ ആ മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ, ഇനി ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നമ്മൾ പറഞ്ഞു ഈ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ സെക്യൂരിറ്റി ആയിട്ടാണ് വെച്ചേക്കുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ സെക്യൂരിറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എത്രയാണെന്ന് നോക്കണം? 18,000 ആണ്. ഓക്കെ, അപ്പം ബാങ്കുകാർക്ക് നമ്മൾ കൊടുക്കാനുള്ള പൈസ എത്രയാണ്? 18,000 ആണ്. ഓക്കെ, ക്ലിയർ ആണേ? കുഴപ്പമൊന്നുമില്ലേ? നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ലീസോഡ് പ്രോപ്പർട്ടിയുടെ എമൗണ്ട് പൈസ എന്ന് പറഞ്ഞാൽ 73,000 ആണ്. ഓക്കെ, നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ ബാങ്കുകാർക്ക് കൊടുക്കാനുള്ളത് എത്രയാണ്? 18,000 ആണ്. ഓക്കെ, അപ്പോൾ അതും കൊടുത്തതിന് ശേഷം ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി നമുക്ക് എത്ര ഉണ്ട്? 55,000. അത് നമ്മൾ ഇവിടെ എടുത്തെഴുതും. ഓക്കെ, ക്ലിയർ ആണേ? ഇപ്പം വേറെ എത്ര അസറ്റ്? ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ എന്താണ് ഒറ്റൊരു അസറ്റ് മാത്രമേ പ്ലെഡ്ജ് ചെയ്തിട്ടുള്ളൂ. 2-3 അസറ്റ്സ് പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എടുത്ത് എഴുതുക. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിലപ്പോൾ ചോദിക്കത്തില്ലായിരിക്കും. ബട്ട് എനിവേ നമുക്കറിയില്ല എന്തായിരിക്കും എന്നുള്ള. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതേപോലെ എടുത്തെടുത്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഇവിടെ ആകെപ്പാടെ പ്ലെഡ്ജ് ചെയ്തേക്കുന്ന ഒറ്റ അസറ്റേ ഉള്ളൂ. ഓക്കെ, ആ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതാണ് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 73,000 ആണ്. ഓക്കെ, അത് എന്തിനായിരുന്നു നമ്മൾ ഇത് ചെയ്തേക്കുന്നത്? നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കൊടുത്തു തീർക്കാനായിരുന്നു. ഓക്കെ, അത് എത്രയാണ്? 18,000 ആണ്. ഓക്കെ, അപ്പോൾ ആ 18,000 കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 55,000 ഉണ്ട്. അതും നമ്മളിവിടെ എടുത്തെഴുതും. ഓക്കെ, ക്ലിയർ ആയേ? അപ്പം അതും അതാണ് എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഫ്രം അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലസ്ഡ്. സർപ്ലസ് ആണല്ലേ? ആകപ്പാടെ 73,000 നമ്മുടെ കയ്യിലിരിക്കുന്നതിൽ 18,000 മാത്രം കൊടുത്താൽ മതി നമുക്ക്. ഓക്കെ, അത് കഴിയുമ്പോൾ എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ട്? 55,000 നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 1,83,000. ഓക്കെ, നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റ് എല്ലാം വിറ്റതിന് ശേഷം. ഓക്കെ, ഇനി എന്തെങ്കിലും പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലെഡ്ജ് ചെയ്ത അല്ലെങ്കിൽ ആ പ്ലെഡ്ജ് ചെയ്ത് കൊടുക്കാനുള്ള പൈസയും കൊടുത്തതിന് ശേഷം വീണ്ടും സർപ്ലസ് വന്നിട്ട് നമുക്ക് 1,83,000 ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം വേറൊരു സിനാരിയോ പറയാം. ഓക്കെ, ഇപ്പം ഇവിടെ 73,000 എന്ന് വിചാരിച്ചു. ഓക്കെ, വേറൊരു കേസ് പറയാം. ഓക്കെ, ഇവിടെ 73. ഓക്കെ, നമുക്ക് വേറൊരു കേസ് നോക്കാം. ഇത് 73,000 അല്ല. ഓക്കെ, ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 ആണ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വിചാരിച്ചു. ഓക്കെ, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ഞാൻ വിറ്റപ്പോൾ എനിക്ക് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ 10,000 രൂപ കിട്ടിയുള്ളൂ. ഓക്കെ, പക്ഷെ എനിക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് 18,000 ഉണ്ട്. ഓക്കെ, അപ്പം
അത് വിറ്റപ്പോൾ എനിക്ക് കിട്ടിയ പൈസ എത്രയേ ഉള്ളൂ? 10,000 രൂപയേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എനിക്ക് എത്ര രൂപ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് തിരിച്ചടയ്ക്കാനുണ്ട്? 18,000 അടയ്ക്കാനുണ്ട്. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 8,000 എനിക്ക് കൊടുക്കാനുണ്ട്. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഓക്കെ, എനിക്ക് ആ 10,000 രൂപ ഉള്ളായിരുന്നു. ഞാനിപ്പം അവർ പറഞ്ഞ പോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ആയിട്ട് അവർ വെച്ചേക്കുന്ന ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ആയിരുന്നു. ഓക്കെ, അപ്പം അത് വിറ്റതിന് ശേഷം ആകെപ്പാടെ 10,000 കിട്ടിയോളൂ. ഓക്കെ, എത്ര രൂപ എനിക്ക് അടയ്ക്കാനുള്ള? 18,000 ആണ്. എന്ന് പറയുമ്പോൾ 8,000 രൂപ ഞാൻ വീണ്ടും അടയ്ക്കണം. ഓക്കെ, അത് വിറ്റതിന് ശേഷം വീണ്ടും സെറ്റായില്ല. അപ്പോൾ ആ 8,000 രൂപ എന്ന് പറയുന്നതായിരിക്കും ഇവിടെ വരുന്നത്. ഈ കോളം ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, മറ്റേ കേസിൽ സർപ്ലസ് ആണ്. അത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. ഓക്കെ, ഈ കേസിൽ വരുമ്പോൾ എന്താണ്? നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, വീണ്ടും ഡെഫിഷ്യൻസിയാണ്. 8,000 രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കാറുണ്ടായി. ഇത് ഈ 55,000 എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയതാണ്. ഓക്കെ, എനിക്ക് കിട്ടിയ എമൗണ്ട് ആണ്. പക്ഷേ ഈ 8,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വീണ്ടും ഇനി കൊടുക്കാനുള്ളത്. അത് ഡെഫിഷ്യൻസി എന്നും പറഞ്ഞ് കാണിക്കും. ഇവിടെ നമ്മുടെ ഈ എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ്? നമുക്ക് സർപ്ലസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഡെഫിഷ്യൻസി ആണ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ കാണിക്കും. ഓക്കെ, സർപ്ലസ് ആണ് നമ്മൾ ആ കൊടുത്തതിന് ശേഷം വീണ്ടും എക്സ്ട്രാ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സർപ്ലസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇവിടെ കാണിക്കത്തില്ല. ഓക്കെ, ക്ലിയർ ആണ്? സർപ്ലസ് ആണെങ്കിൽ മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഫ്രം അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്. ഇതെല്ലാം നമ്മുടെ ഫോർമാറ്റിലുള്ളതാണ്. ഓക്കെ, അത് ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ ഇതിവിടെ കാണിക്കത്തില്ല. അത് വേറെ അടുത്താണ് കാണിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താണ് ഇപ്പോൾ അറിയേണ്ടത്? അസറ്റ് എല്ലാം വിറ്റതിന് ശേഷം നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 1,83,000 നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ വേറൊരു സംഭവം. ഇതും നിങ്ങളുടെ ഈ 1,83,000 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ 1,83,000 വിറ്റതിന് ശേഷം, അസറ്റ് എല്ലാം വിറ്റതിന് ശേഷം, അതേപോലെ പ്ലെഡ്ജ് ചെയ്തേക്കുന്ന ഐറ്റംസും അതും തിരിച്ചടച്ചതിന് ശേഷം ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ, അസറ്റ് എല്ലാം വിറ്റതിന് ശേഷം എൻ്റെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് 1,83,000 ഉണ്ട്. ഓക്കെ, ഈ 1,83,000 വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? Estimated total assets available for preferential creditors, debenture holders, secured by a floating charge and unsecured creditors. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഈ വിറ്റതിന് ശേഷം കിട്ടിയ പൈസ വെച്ചിട്ട് ഞാൻ ആദ്യം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കും. ഓക്കെ, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കും. ആൻഡ് പിന്നെ വരുന്ന ബാക്കി വെച്ചിട്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവർക്ക് 3 പേർക്കും കൊടുത്തു തീർക്കാനുള്ള പൈസയാണ് ഈ 1,83,000 എന്ന് പറഞ്ഞത്. ഓക്കെ, അത് കൊടുത്തു തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ 1,83,000 ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന 3 ആൾക്കാർക്കും ഈ പൈസ വെച്ച് കൊടുത്തു തീർക്കാൻ പറ്റുമോ? അത് കൊടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും നമുക്ക് പൈസ കിട്ടുമോ? ഇല്ല, കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 1,83,000 ആയിരിക്കും ടോട്ടൽ. അപ്പോൾ ഈ 3 പേർക്കും കൂടെ കൊടുത്തു തീർക്കേണ്ട 2 lakh ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ 1,83,000 ഉണ്ട്. ഈ 3 പേർക്കും കൂടെ കൊടുത്തു തീർക്കാനുള്ള 1 lakh ഉള്ളെന്നുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് 83,000 എൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ അത് സർപ്ലസ് ആയിരിക്കും. മറ്റേ ഡെഫിസിറ്റ് ആണ്. അപ്പം ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? അസറ്റിൻ്റെ സംഭവമൊക്കെ കഴിഞ്ഞല്ലോ. സെറ്റാണ്, ഓക്കെ ആണ്. ഇനി ഇവിടെ കൊടുത്തേക്കുന്നത് ഇത് നിങ്ങളുടെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതൊന്നുമല്ല, പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ കൊടുത്തേക്കുന്ന ഐറ്റമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ മെയിൻ കോളത്തിൽ ഇത് എഴുതത്തില്ല. ഇത് ചുമ്മാ കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന സംഭവം. ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ ഗ്രോസ് അസറ്റ്സ് എത്രയാണെന്ന് അറിയണം. ഓക്കെ, ഗ്രോസ് അസറ്റ്സ് ഉദ്ദേശിക്കുന്നത് എത്ര ഉണ്ടാണ്? നമ്മുടെ പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള അസറ്റിന്റെ വാല്യൂ അല്ലാത്ത അസറ്റിന്റെ വാല്യൂ എത്ര ആണെന്നുള്ളത്. പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള അസറ്റിന്റെ വാല്യൂ പ്ലെഡ്ജ് ചെയ്യാത്ത അസറ്റിന്റെ വാല്യൂ എത്ര ആണെന്നുള്ളത് എഴുതുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഗ്രോസ് അസറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള അസറ്റിന്റെ വാല്യൂ എത്രയാണ്? ആക്ച്വലി 73,000 ആണ്. ഓക്കെ, പ്ലെഡ്ജ് ചെയ്യാത്തതായിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി വെക്കാത്തതായിട്ടുള്ള അസറ്റിന്റെ വാല്യൂ എത്രയാണ്? 1,28,000 ആണ്. ആ രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ഗ്രോസ് അസറ്റ്സ് എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. ഓക്കെ, അത് ഇവിടെ നമുക്ക് മെയിൻ ഇതിലൊന്നും കാണിക്കട്ടെ, ചുമ്മാ ഫോർമാറ്റിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. അത് എഴുതണം, ഇതൊന്നും എഴുതാൻ വിട്ടുപോകരുത്. ഇതൊക്കെ നമ്മൾ എഴുതണം. സംഭവം നമ്മൾ മെയിൻ കോളത്തിൽ കാണിക്കില്ല. എഴുതി വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം മെയിൻ കോളത്തിലോട്ട് അത് എടുത്ത് എഴുതി വെക്കരുത്. പക്ഷെ ഇത് ചെയ്യേണ്ടതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കും. ഇങ്ങനെ ഇത്രയാണ് നമ്മുടെ ഗ്രോസ് അസറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണേ? ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന ഫസ്റ്റ് പാർട്ട് നമ്മൾ അസറ്റ്സ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡും അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡും രണ്ടും അസറ്റാണ്. ഓക്കെ, അത് രണ്ടും നമ്മൾ സെറ്റായിട്ട് ചെയ്തു പോയി. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബിലിറ്റീസ് ആണ്. നമ്മൾ കൊടുത്തു തീർക്കാൻ പോവാണ്. ഓക്കെ, 1,83,000 നമ്മൾ ഓരോരുത്തർക്കായിട്ട് കൊടുത്ത് തീർക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. ഓക്കെ, ഫസ്റ്റ് secured creditors as per list B to the extent to which claims are estimated to be covered by assets specifically pledged. Okay,
ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂർഡ് ആയിട്ടുള്ള ലൈബിലിറ്റീസ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓക്കെ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൽ എന്താണ് സംഭവിച്ചത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൽ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് സംഭവിച്ചത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആക്ച്വലി 18,000 ആണുള്ളതും. ഓക്കെ, ആ 18,000 എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ആയ 73,000 നമ്മളത് പ്ലെഡ്ജ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അത് ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എത്ര കൊടുക്കാനുണ്ടായിരുന്നു പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളത് ആണ് നമ്മൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഒരു 2 കോളം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ എന്താണ് ഒറ്റൊരു എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞ് ഈ ഒരു കോളമേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഗ്രോസ് ലൈബിലിറ്റീസിന് എഴുതുമ്പോൾ 2 കോളം വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ ഈ ഗ്രോസ് ലൈബിലിറ്റീസ് എന്നുള്ള ആ ഒരു കോളത്തിൽ മാത്രമേ അത് കാണിക്കത്തുള്ളൂ. ഓക്കെ, സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് സെക്യൂർ ചെയ്തേക്കുന്നത് എത്ര ആണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ,